രാവിലെ ബാക്കി വന്ന പുട്ടിന് എങ്ങനെ നമുക്ക് വൈകുന്നേരം രുചികരമായൊരു ചായ പലഹാരം ഉണ്ടാകും. വെച്ച് ചീനച്ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ഇടാം. അതുകൊണ്ട് കറിവേപ്പില ഒഴിവാക്കി അടുത്ത് 2 പച്ചമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് പുട്ട് കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് 1, 2, 3 മുട്ട ചേർക്കാം. ആയതുകൊണ്ട് ഒരു മുട്ട എടുത്തുള്ളൂ. മുട്ട എന്ന് വഴന്ന് വരുമ്പോൾ അതിൽ വെള്ളം തളിച്ച് മാറ്റി വെച്ചിരുന്ന പുട്ടിനെ നേരത്തെ പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അല്പം വെള്ളം തളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. വൈകുന്നേരത്തേക്ക് ചായയ്ക്ക് ആവശ്യമായ നല്ല രുചികരമായൊരു പലഹാരം റെഡിയായി.